ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പയറിലത്തോരൻ റെഡിയാക്കാം. പയറില പറിച്ച് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ. അരിഞ്ഞെടുത്തതിൽ ഫുള്ളായിട്ടും കൈവച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് ചെറുതായിട്ടൊരു കയ്പോ അല്ലെങ്കിൽ ചമർപ്പൊക്കെ ഉണ്ടാവും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇല ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചിരവിയതും 2 പച്ചമുളകും 3 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ഒരു മൺചട്ടി ചൂടാക്കി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ പച്ചരിയും കൂടെ ചേർത്ത് ഇതുപോലെ പച്ചരി ഒന്ന് പൊട്ടി വരണം കേട്ടോ. പച്ചരി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കൈപ്പിടി നിറയെ കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആ കുഞ്ഞുള്ളി ഒന്ന് വഴറ്റി എടുക്കണം. കുഞ്ഞുള്ളി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പയറില അരിഞ്ഞതില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചൊക്കെ വേവുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ പയറില. ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ വേവിക്കേണ്ടി വരും. എല്ലാം ഒന്ന് മിക്സാക്കി അടച്ച് 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നടുവിൽ കുഴി പോലെയാക്കി നമ്മൾ തേങ്ങ ചതച്ചതില്ലേ അത് ഇതിലേക്ക് ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നല്ല അടിപൊളി രുചിയുള്ള പയറിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ ഇലകളൊക്കെ അധികം നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.